കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 ഭീഷണികളെ അദ്ദേഹം അഡ്രസ് ചെയ്തു. അതിലൊന്ന് ഇസ്ലാമിക ഭീകരവാദമാണ്, രണ്ടാമത്തേത് നക്സലുകൾ, അർബൻ നക്സലുകൾ എന്നിങ്ങനെയുള്ളവർ നടത്തുന്ന നമ്മുടെ നാട്ടിലെ അരാജകത്വമാണ്, മൂന്നാമത് ഖലിസ്ഥാൻ ഭീകരവാദമാണ്. ഈ മൂന്നിൽ ഒരെണ്ണം അതാണ് നക്സൽ ഭീകരവാദം. ഈ നക്സൽ ഭീകരവാദം 2026 പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയും എന്നാണ് കൃത്യമായി നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് ഈ നക്സൽ ഭീകരവാദം അതിഭീകരമായിട്ട് ഉള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് അതിഭീകരമായി ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രം 2014 നരേന്ദ്രമോദി ഏറ്റെടുത്ത ശേഷം അതിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള ഗതിയിലേക്ക് കാര്യങ്ങളെത്തി. മണിപ്പൂരിലാണ് ഇപ്പോൾ വലിയ സംഘർഷം നടക്കുന്നത്. മണിപ്പൂർ ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മ്യാൻമറിലടക്കം അവിടെ നിന്നടക്കം നക്സലുകൾ ഇങ്ങോട്ടേക്ക് കുടിയേറുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ പട്ടാളം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറിയതിനു ശേഷം മ്യാൻമറിൽ 40 കിലോമീറ്റർ അകത്ത് കയറി, അതായത് ആ രാജ്യത്തിന്റെ 40 കിലോമീറ്റർ അകത്ത് കയറി ഇത് മുഴുവൻ ശുദ്ധീകരിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് 2026 ഈ നക്സൽ ഭീകരവാദം അവസാനിക്കുമെന്ന് അമിത്ഷാ തറപ്പിച്ച് പറയുമ്പോൾ സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുതിയ കീഴടങ്ങൽ നയം ഈ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞു, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളുടെ എല്ലാം നെറ്റിയിൽ ബുള്ളറ്റ് കയറ്റണം. ഇതാണ് നരേന്ദ്രമോദിയുടെ നയം. ഇതിൽ കുറഞ്ഞൊരു നയവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നക്സലുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കീഴടങ്ങൽ നയം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കീഴടങ്ങാം, അതായത് വെടികൊണ്ട് ചാകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കീഴടങ്ങാം, നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും നമ്മൾ തരും. ഈ നക്സലുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ പട്ടിണി കൊണ്ടാണ് പല ആൾക്കാരും നക്സലുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ആയി പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പട്ടിണി ഇല്ലാത്ത ഒരു ജനതയായിരുന്നുവെങ്കിൽ അവരൊരിക്കലും കമ്മ്യൂണിസ്റ്റോ നക്സലുകളോ ആവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ആപ്തവാക്യം തന്നെ പണക്കാരനിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക്, അതായത് ധനികനിൽ നിന്ന് ദരിദ്രനിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദരിദ്രൻ ഇവിടെ നിരന്തരം ഉണ്ടായാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നിരന്തരം ദരിദ്രന്മാരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അവർ മുതലാളിത്തത്തേക്ക് എതിർത്ത് തൊഴിലാളികളെ കൂടുതൽ ഉണ്ടാക്കി അവരെ ദരിദ്രരാക്കി വീണ്ടും ഇവിടെ അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു വരാനായി ശ്രമിക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ മുതലാളികളാണ്. അപ്പോൾ ഈ പട്ടിണിയൊക്കെ കൊണ്ടാണ് പല ആൾക്കാരും ഇവിടെ കമ്മ്യൂണിസത്തിലേക്കും നക്സലിസത്തിലേക്കും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പട്ടിണി മാറ്റിത്തരാം, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല പഠിക്കാനുള്ള നല്ല വിദ്യാഭ്യാസവും നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യവും വീടും എല്ലാം തരാം എന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്തായാലും ഇതാണ് കീഴടങ്ങൽ നയം. നമുക്കത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. മാവോയിസ്റ്റ് അക്രമ ഇരകൾക്കായി പുതിയ ഛത്തീസ്ഗഡ് നക്സൽ കീഴടങ്ങൽ ദുരിതാശ്വാസ പുനരധിവാസ നയം 2025 എന്ന പദ്ധതിക്ക് ഛത്തീസ്ഗഡ് മന്ത്രിസഭ അംഗീകാരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ സമൂഹത്തിലേക്ക് അവരെ പുനഃസംഘടിപ്പിക്കാൻ ഇത് സഹായിക്കും എന്നാണ് കരുതുന്നത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾ, അതായത് മാവോയിസ്റ്റുകളാണ് പക്ഷേ അവർ കീഴടങ്ങി, അവർ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞു. ഇങ്ങനെയുള്ള മാവോയിസ്റ്റുകൾക്ക് പുനരധിവാസം നിയമസഹായം നൽകുന്നതാണ് ഈ നയമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നയപ്രകാരം മാവോയിസ്റ്റ് ആക്രമണത്തിനിരയായ സാധാരണക്കാർക്കും ഭൂമി ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതേസമയം മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കും. അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാക്കേജാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിനിടയിൽ മരണപ്പെട്ടവർക്ക്, മാവോയിസ്റ്റുകൾ ഉപദ്രവിച്ചവർക്ക്, ഇത്രയും ആൾക്കാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോലീസിനെ സഹായിക്കുന്ന ഒരു വിവരദാതാവിന്റെ മരണം ഇതൊരു ഉദാഹരണമാണ്. അതായത് മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് പോലീസിനെ ഒരാൾ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ വിളിച്ചറിയിക്കുന്ന ആളെ മാവോയിസ്റ്റുകൾ കൊല്ലുന്നു. അങ്ങനെയുള്ള ആൾക്ക് 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപ ഇരട്ടിയാക്കുമെന്നും ഇത് കേന്ദ്ര പദ്ധതി ആനുകൂല്യങ്ങൾക്ക് പുറമെ നൽകുമെന്നുമാണ് ഇപ്പോൾ വാർത്താ ഏജൻസിയായ PT അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാൽ വിവരം നൽകുന്നവരുടെ നഷ്ടപരിഹാരം 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. അതായത് മാവോയിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ച് പറയുന്ന, മാവോയിസ്റ്റുകളെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാർക്ക് മാവോയിസ്റ്റുകളെ കൊണ്ട് അംഗവൈകല്യം സംഭവിച്ചാൽ അവർക്ക് 3 ലക്ഷം രൂപ കൊടുക്കും. അത് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ടെന്നും പറയുന്നു. ഇനി കൊലപാതകം, ഗുരുതരമായ പരിക്ക്, സ്ഥിരമായ വൈകല്യം എന്നിവ ബാധിക്കപ്പെട്ട സാധാരണക്കാർക്കോ കുടുംബങ്ങൾക്കോ 1.5 ഹെക്ടർ കൃഷിഭൂമിയോ 4 നഗരവാസയോഗ്യമായ ഭൂമിയോ ലഭിക്കും. ഭൂമി അനുവദിക്കുന്നത് പ്രായോഗികമല്ലെങ്കിൽ ഗ്രാമീണ നഗര ഇരകൾക്ക് യഥാക്രമം 4 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയും സാമ്പത്തിക സഹായം നൽകും എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇനി സംഭവം നടന്ന് 3 വർഷത്തിനുള്ളിൽ കൃഷിഭൂമി വാങ്ങുന്ന ഇരകൾക്ക് 2 ഏക്കർ വരെയുള്ള കൃഷിഭൂമിക്ക് ഇളവുകൾ നൽകും. അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലാണ് പൂർണ്ണമായിട്ടുള്ള ഇളവ് നൽകുന്നത് എന്ന് മനസ്സിലാകുന്നു. സാധാരണക്കാരുടെ മരണത്തിന് കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് സർക്കാർ ജോലി ഇത് ലഭ്യമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഭാര്യ മക്കൾക്ക് 10 ലക്ഷം രൂപയും മാതാപിതാക്കൾക്ക് 5 ലക്ഷം രൂപയും എന്നിങ്ങനെയാണ് ഈ പാക്കേജ് വരുന്നത്. ഇനി സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന ഇരകൾക്ക് ഛത്തീസ്ഗഡ്
ഛത്തീസ്ഗഡ് സർക്കാർ 5 വർഷത്തേക്ക് ശമ്പളത്തിന്റെ 40% സബ്സിഡി നൽകും. ഇത് പ്രതിവർഷം 5 ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇരകളുടെ കുട്ടികൾക്ക് പ്രയാസ് റെസിഡൻഷ്യൽ സ്കൂളുകളിലും ഏകലവ്യ മോഡൽ സ്കൂളുകളിലും സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാവോയിസ്റ്റുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ്. ഇനി മാവോയിസ്റ്റുകൾക്ക് ഈ പാക്കേജിൽ എന്താണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി ഒന്ന് പരിശോധിക്കാം. കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് 50,000 രൂപ ധനസഹായമാണ് ലഭിക്കുന്നത്. ആയുധം കീഴടങ്ങുന്നതിന് അധിക നഷ്ടപരിഹാരം ലഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. LMGക്ക് 5 ലക്ഷം, AK-47 4 ലക്ഷം രൂപ, ഇൻസാസ് അല്ലെങ്കിൽ SLR റൈഫിളുകൾ കീഴടങ്ങുന്നവർക്ക് 2 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ധനസഹായം ലഭിക്കുക. അവിവാഹിതരോ വിധവകളോ ആയ മാവോയിസ്റ്റുകൾക്ക് 3 വർഷത്തിനുള്ളിൽ വിവാഹിതരാകുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ലഭിക്കും എന്നും ഇതിലുണ്ട്. കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് 5 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവർക്ക് 4 ഡെസിമൽ നഗരഭൂമിയോ 1 ഹെക്ടർ ഗ്രാമീണ കൃഷിഭൂമിയോ ലഭിക്കും. ഭൂമി ലഭ്യമല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിന് 2 ലക്ഷം രൂപ ഇവർക്ക് അനുവദിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. ഇനി മാവോയിസ്റ്റുകളുടെ ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഗണ്യമായ ശേഖരം വീണ്ടെടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പ്രോത്സാഹനമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാനായി സാധിക്കുന്നു. ഇതോടുകൂടി വലിയൊരു പാക്കേജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2026 മാവോയിസം പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള കാഹളമാണ് ഇവിടെ മുഴങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായ ഒരു പാക്കേജ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.